നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ആരെയും നൊമ്പരപ്പെടുത്തുന്ന ദൃശ്യമായിരുന്നു നാവികസേന ലഫ്റ്റനന്റ് വിനയ് നർവാളിന്റെ മൃതദേഹത്തിനൊപ്പം നിരാലംബയായിരിക്കുന്ന ഭാര്യ ഹിമാംശിയുടെ ചിത്രം. ഹണിമൂൺ ആഘോഷത്തിനിടെ കൺമുന്നിൽ ഭർത്താവ് വെടിയേറ്റ് മരിച്ചതിന്റെ ആഘാതത്തിൽ സർവവും നഷ്ടപ്പെട്ടിരിക്കുന്ന ഹിമാംശിയുടെ ദൃശ്യം ഓരോ മനുഷ്യരുടെയും കണ്ണുകളെ ഈറനണിയിച്ചു. മെയ് 1-ാം തീയതി ലഫ്റ്റനന്റ് വിനയ് നർവാളിന്റെ ജന്മദിനമായിരുന്നു. പഹൽഗാമിൽ ഭീകരർ ചോര ചിന്തിയ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായ വിനയ് നർവാളിന്റെ ജന്മദിനത്തിൽ അദ്ദേഹത്തിന്റെ സ്വദേശമായ കർണാലിൽ മനുഷ്യജീവൻ രക്ഷിക്കാനായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. ഇതിനൊപ്പം സമാധാനത്തിനും ഐക്യത്തിനും ആഹ്വാനം ചെയ്തുള്ള ഹിമാംശിയുടെ വാക്കുകളും ശ്രദ്ധേയമായി. പഹൽഗാം ആക്രമണത്തിന്റെ പേരിൽ ആരും മുസ്ലിങ്ങൾക്കോ കാശ്മീരികൾക്കോ എതിരാകുന്നത് തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നായിരുന്നു ഹിമാംശിയുടെ ആ വാക്കുകൾ. രാജ്യം മുഴുവൻ അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അദ്ദേഹം എവിടെയായിരുന്നാലും സന്തോഷവാനായും ആരോഗ്യവാനായും തുടരണം. ഇതിന്റെ പേരിൽ ആളുകൾ മുസ്ലിങ്ങൾക്കോ കാശ്മീരികൾക്കോ എതിരെ തിരിയുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾക്ക് സമാധാനം മതി, സമാധാനം മാത്രം. പക്ഷെ തീർച്ചയായും ഞങ്ങൾക്ക് നീതി ലഭിക്കണം, ഗവേഷക വിദ്യാർത്ഥിനിയും ഗുരുഗ്രാം സ്വദേശിയുമായ ഹിമാംശി മാധ്യമങ്ങളോട് പറഞ്ഞു. ലഫ്റ്റനന്റ് വിനയ് നർവാളിന്റെ 27-ാം ജന്മദിനത്തിൽ അദ്ദേഹത്തിന്റെ സ്വദേശമായ ഹരിയാനയിലെ കർണാലിലാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. കർണാലിലെ NGO-യായ നാഷണൽ ഇന്റഗ്രേറ്റഡ് ഫോറം ഓഫ് ആർട്ടിസ്റ്റ് ആൻഡ് ആക്ടിവിസ്റ്റിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ക്യാമ്പ്. വിനയ് നർവാളിന്റെ ഭാര്യ ഹിമാംശി നർവാളും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ഏപ്രിൽ 16-നായിരുന്നു കൊച്ചിയിൽ നാവികസേന ഉദ്യോഗസ്ഥനായ വിനയ് നർവാളിന്റെയും ഹിമാംശിയുടെയും വിവാഹം കഴിഞ്ഞ് 6-ാം ദിവസം ഹണിമൂണിനിടെയാണ് പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ വിനയ് നർവാൾ ഭാര്യയുടെ കൺമുന്നിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. വിനയ് നർവാൾ ഉൾപ്പെടെ 26 പേർക്കാണ് രാജ്യം നടുങ്ങിയ പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായത്.